എൻ്റെ പേര് ലിസി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് ഇടവക്കാരിയായിരുന്നു. ഞാൻ പിന്നെ 2014 ഒരു സംരംഭകയായിട്ട് 4000 രൂപ മുതൽ മുടക്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്താൽ ഒരു സംരംഭം തുടങ്ങി. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ ഞാനൊരു 4000 രൂപ മുതൽ മുടക്കി ഒരു മെഴുകുതിരി നിർമ്മാണം തുടങ്ങി. അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. ആ സംരംഭം വളർന്ന് ഓൾ പേപ്പർ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റായി 10ഓളം വന്നും പോയും നിൽക്കുന്നതും സ്ഥിരമായിട്ടുള്ളവരുമായ 3-4 വർഷം കൊണ്ട് 10ഓളം സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്ന നല്ലൊരു സംരംഭകയായിട്ട് മാറി. ഞാൻ മനോരമ പത്രങ്ങളിലും മാതൃഭൂമി, ദീപിക, ഈ പത്രങ്ങളിലെല്ലാം, ഫോക്കസ് മനോരമയിലും നല്ല സംരംഭകയ്ക്കുള്ള പേജുകളിലെല്ലാം ഞാൻ ഇടം പിടിച്ചു. ചില ചാനലുകളിലെല്ലാം ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നു. അങ്ങനെ 4 വർഷം കൊണ്ട് 26 ലക്ഷം രൂപ ഫിക്സഡ് അസറ്റ് ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ ഈ ഒരു യൂണിറ്റിനെ വളർത്തിക്കൊണ്ടുവന്നു. ആ ഒരു സമയത്താണ് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ഒരു കൂടുതലായിട്ട് വേണ്ടി വന്നു. ഞാൻ ചിന്തിച്ചു, ഒരു പാർട്ട്ണർഷിപ്പ് വേണം, എങ്കിലേ എനിക്ക് ഈ ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ചിന്ത വന്നത് എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആരംഭമായിരുന്നു. അങ്ങനെ 1-2 പേര് കമ്പനി വന്ന് കണ്ടു. പാർട്ട്ണർഷിപ്പ്, ഫിക്സഡ് അസറ്റും എക്യുപ്മെൻറ്റ്സും ഒക്കെ കൂടി 26 ലക്ഷം രൂപ വിലയിട്ടു. 13 ലക്ഷം രൂപ 2 ഗഡുക്കളായി അവരെ എനിക്ക് തരാൻ തീരുമാനിച്ചു. ആദ്യത്തെ ടൈമിൽ 13 ലക്ഷം രൂപ തന്നു. 13 ലക്ഷം രൂപ തന്നില്ല, 6 ലക്ഷം രൂപ തന്നു. രണ്ടാമത് അതിൻ്റെ ബാലൻസ് എമൗണ്ട് തന്നപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റുമായിട്ട് 2 ആഴ്ച കൂടുമ്പം ശിവകാശിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ പോയി 10 ടൺ വീതം പേപ്പർ, വാഴയില, പേപ്പർ പ്ലേറ്റ്, ഗ്ലാസ്, എല്ലാ ഐറ്റംസിൻ്റെ റോ മെറ്റീരിയൽസ് 10 ടണ്ണിൻ്റെ ഒരു വണ്ടിക്ക് കയറ്റിവിടും. ഈ യാത്രയിൽ എൻ്റെ കയ്യിൽ നിന്നും പണനഷ്ടമുണ്ടായി. അങ്ങനെ യാത്രയിൽ ഈ പണം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു. പക്ഷേ ആ സമയത്ത് എന്തോ ഇത്ര പേര് തൊഴിലാളികൾ നിൽക്കുന്നു, എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വന്നൊരു സ്ഥാപനം, എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്തോ ആകാം, നഷ്ടപ്പെട്ട പൈസ ഇവിടെ ഒരു ദിവസം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയാതെ സമാനമായ തുക എൻ്റെ ഫ്രണ്ട്സിൻ്റെയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്ത് അവിടുന്ന് ലോഡ് എടുത്തു പോന്നു. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് വന്നവരോട് എനിക്കിത് തുറന്നു പറയാൻ പറ്റിയില്ല. കാരണം പറയണ്ട എന്ന് വിചാരിച്ചു. പറഞ്ഞാൽ ഇത് ഏത് രീതിയിൽ എടുക്കും, എൻ്റെ മകനോട് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എൻ്റേതായ ബുദ്ധി കൊണ്ട് ഞാൻ ഒരു അതിബുദ്ധി എന്നേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈവിട്ടു പോയി. ആദ്യത്തെ 1 മാസം ഇവർക്ക് ലാഭം കൊടുത്തു, 2ാമത്തെ മാസം പകുതി ലാഭം കൊടുത്തു, 3ാമത്തെ മാസമായപ്പോഴത്തേക്കും എനിക്കൊന്നും കൊടുക്കാൻ വയ്യാതെ വന്നു. 6 മാസത്തോളം അവർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ വന്നു, കമ്പനി വന്നു, ഇത് സാധിക്കില്ല, സ്റ്റാഫുകളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, ഇനി ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്നെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, നിങ്ങളോട് തുറന്ന് പറയാത്തത് എൻ്റെ തെറ്റാണ്, മാനേജ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, അത് സാധിക്കില്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിത്തരണം, ഈ സ്ഥാപനം ഞങ്ങൾക്ക് ഞങ്ങൾ മുടക്കിയ മുതൽ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി സ്റ്റാഫൊക്കെ നോക്കി നിൽക്കുവാണ്. ഞാനൊരു കുറ്റവാളിയെപ്പോലെ ഞാൻ അവിടെ നിൽക്കുവാണ്. കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് ഇനിയും ജീവിതം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എൻ്റെ അധ്വാനം, എൻ്റെ എഫർട്ട് കൊണ്ട് നഷ്ടപ്പെടുത്തിയ 13 ലക്ഷത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി തരാൻ പറ്റും. ഒരവസരം എനിക്ക് തരണം. ആ കൂടെ ഒരു പ്രാർത്ഥനയിൽ രൂപയിൽ നടക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് തന്നെ ഇറക്കി വിടാൻ. ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. എൻ്റെ ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം കമ്പനിയിലാണ്, ബാങ്ക് പാസ്ബുക്ക് ഒന്നും എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല. പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് വേണം. ഞാൻ 2008 ഫ്രാൻസിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആമവാദം വന്നു. അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്നിട്ടാണ് ഇവിടെ. അന്ന് ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് വന്നിട്ട് എല്ലാം പോയി, സമ്പാദ്യമെല്ലാം പോയിരുന്നു. അങ്ങനെയാണ് ഈ 4000 രൂപ തുടങ്ങിയത് ഈ പ്രസ്ഥാനം. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, പാസ്പോർട്ട് കൊണ്ട് തരണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് മുങ്ങും. അപ്പം എനിക്ക് ബുദ്ധി പോയില്ല. പാസ്പോർട്ട് കൊടുത്താൽ ഞാൻ ഈ കടം എങ്ങനെ വീട്ടും?
പക്ഷേ ആ സമയം ചിന്തിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല. ഞാൻ വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവന്ന് അതും കൂടി ഇവർക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ വെറും കൈയോട് കൂടി ആ സ്ഥാപനത്തെ തിരിഞ്ഞു നോക്കി. എൻ്റെ സ്റ്റാഫ് എല്ലാവരും പുറത്തിറങ്ങി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവർക്ക് ആർക്കും ശബ്ദിക്കാൻ വയ്യ. അവർ പക്ഷം പറയാൻ വന്നവരോട് നിങ്ങൾ തരുമോ ഈ പൈസ? മുതലും അവരുടെ ലാഭവും എല്ലാം കൂടെ കൂട്ടി 21 ലക്ഷം രൂപ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അവിടെ നിശബ്ദമായി. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാധ്യതയുള്ളവരൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. 1 മാസം ഞാൻ വീട്ടിൽ താമസിച്ചു. ഹസ്ബൻഡും അമ്മായി അമ്മയും പ്രശ്നങ്ങൾ തുടങ്ങി. വീട്ടിൽ പൈസ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരു റൂമിൽ കയറി ലൈറ്റ് പോലും ഇടാതിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. പൈസ കൊടുക്കാനുള്ളവർ വീട്ടിൽ വരുന്നു. അവരും മടുത്തു. ആഹാരം കഴിക്കാൻ സാധിക്കാത്ത ഒരു ഹസ്ബൻഡ് ഒരുവിധം നല്ല മദ്യപാനിയാണ്. ഒരു 100 രൂപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഇവർ ഉറങ്ങും. അമ്മ കുറച്ച് റഫായിട്ടാണ് പെരുമാറുന്നത്. ആഹാരം കഴിക്കാൻ നേരം ആകുമ്പോൾ എവിടുന്നെങ്കിലും വരും. ഒരു ദിവസം ആഹാരം കഴിക്കാൻ ഞാൻ ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാത്തിരിക്കും ഉറങ്ങാൻ വേണ്ടി. അന്നുവരെ ആ കുടുംബത്തെ സംരക്ഷിച്ചതാണ് ഞാൻ. ഒരുപക്ഷെ ക്ഷമിക്കണം എനിക്ക്. ഇത് പറഞ്ഞാലേ എൻ്റെ ഇനി പിന്നെ ഇത് പൂർത്തിയാകുള്ളൂ. ഈ സാക്ഷ്യം പൂർത്തിയാകും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം ഞാൻ ഉറങ്ങാൻ പാത്രത്തിൻ്റെ ഒച്ച കേൾപ്പിക്കാതെ ചോറെടുത്ത് അടുക്കള വശത്തു കൂടി മുറ്റത്ത് പോയിരുന്ന് കഴിച്ച് ശബ്ദം കേൾക്കാതെ കഴുകി വെച്ചിട്ട് ഞാൻ പോയി കിടക്കും. ഇങ്ങനെയായി കഴിഞ്ഞു. സഹി കേട്ട് അമ്മ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയേ മതിയാവൂ. ഒരു ദിവസം രാത്രി 12 മണിയായി. സന്ധ്യയ്ക്ക് 7:30 തുടങ്ങിയ വഴക്കാണ്. ഒരു 12:30 ആയപ്പം അമ്മ 2 ബാഗിൽ ഡ്രസ്സ് എടുത്തു. നീ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഞാൻ പറഞ്ഞു നേരം വെളുക്കുന്നവരെ ഞാൻ കിടന്നോട്ടെ, രാവിലെ ഞാൻ സമാധാനം ഉണ്ടാക്കാം. പറ്റില്ല, ഇപ്പോൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന് അമ്മ മുറ്റത്തിറങ്ങി. ഞാൻ ചിന്തിച്ചു, വയസ്സായ അമ്മ ഇറങ്ങിയാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. അമ്മ പോകണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞ് വേഗം എനിക്ക് അന്നേരം ഡ്രസ്സ് എടുക്കണോ എന്തെടുക്കണോ എന്നുള്ള ഒരു തോന്നിയില്ല. ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാണ് വിചാരിക്കുന്നത് ഡ്രസ്സ് എടുക്കണമല്ലോ എന്ന്. തിരിച്ച് ഡ്രസ്സ് എടുക്കാൻ കിടന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇട്ട വസ്ത്രത്താൽ ഇവിടുന്ന് ഇറങ്ങണം, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഞാൻ കരഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് മാറിയിടാൻ വേണം. സമ്മതിച്ചില്ല. മക്കൾ 2 പേരും ഉറങ്ങുവാണ്, പിള്ളേരറിയുന്നില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി. അവർ വാതിലടച്ചു, ലൈറ്റ് ഓഫ് ചെയ്തു. മുറ്റത്തിൻ്റെ തൊട്ട് താഴെ ഒരു സ്ഥലമുണ്ട്, ഒരു പാറയൊക്കെ ആയിട്ട്. ഇപ്പുറത്തൂടെ വഴിയാണ്. ഞാൻ അവിടെ പതുങ്ങിയിരുന്നു. കാരണം ആൾക്കാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരുമൊക്കെ ചെയ്യുന്നുണ്ട്. കാണണ്ട വെളിച്ചം, ടോർച്ചിൻ്റെ വെളിച്ചം കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി കുനിഞ്ഞിരിക്കും. കാരണം ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമല്ലോ. ഒരുവിധം 4:30 വരെ ഞാൻ നേരം വെളുപ്പിച്ചു. 4:30 ആയപ്പം പതുക്കെ നടന്നു. ഞാൻ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫൊക്കെ നൈറ്റ് ഡ്യൂട്ടിയിലിരിക്കുന്നവരാണ്. SI വരട്ടെ എന്ന് പറഞ്ഞു. വന്നു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞു നിങ്ങളൊരു പരാതി എഴുതി തരണം. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭർത്താവിനെയും അമ്മായി അമ്മേനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഞാൻ ആലോചിച്ചു, അത് വേണ്ട, അതും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും എനിക്ക്. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, ഞാൻ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിക്കോളാം. അമ്മ ഇത്രയും പ്രായമായതാണ്. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ അവർക്ക് 100 രൂപ വീതം വനിതാ SIയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് 1000 രൂപ എൻ്റെ കയ്യിൽ തന്നു. ഇത് 2-3 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ കഴിയാനുള്ളതുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. ഞാനങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഈ 1000 രൂപ കയ്യിലുണ്ട്. ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി. കോഴിക്കോട് KSRTC ബസ്സിൽ ഞാൻ ബസ് ഇറങ്ങി. അവിടെ ഇരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പരിചയമുള്ളവരെന്നെ കാണും, അത് കാണാനും പാടില്ല. ഞാൻ വേഗം അവിടെ ഒരു ചർച്ച് ഏതാ ഉള്ളതെന്ന് അവരോട് അന്വേഷിച്ചു. അപ്പോൾ അമലാപുരി ചർച്ച്, ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നിത്യാരാധന ചാപ്പലിൽ കയറിയിരുന്നു. അവിടെ കയറിയിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, എനിക്കാരും കാണരുതെന്നെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ അന്ന് നിത്യാരാധന ചാപ്പലിൽ വൈകുന്നേരം വരെ ഇരുന്നു. വൈകുന്നേരം ആയാൽ അവിടെ ഇരുത്തില്ലല്ലോ. 9 മണിക്ക് അടയ്ക്കും.
9 മണിയാകാൻ നിന്നാൽ എനിക്ക് ഇരുട്ടത്ത് വഴിയറിയില്ല, നടന്നു പോകാൻ. കോഴിക്കോട് ടൗണാണ്. ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഈ തന്ന 1000 രൂപ സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ എനിക്ക് എത്ര ദിവസം ഇങ്ങനെ ജീവിക്കണം എന്നറിയില്ല. ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനം. ഏത് രീതിയിൽ മരിക്കാൻ നോക്കിയിട്ട് മരിച്ചില്ലെങ്കിൽ അതും പ്രശ്നം. അതുകൊണ്ട് പെട്ടെന്ന് മരിക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി രാവിലെ ഞാൻ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും. പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. കുറേ ആൾക്കാർ വന്നു പോകും, കുറച്ച് ഉറങ്ങും. വൈകുന്നേരം ഒരു ദിവസം KSRTC ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് റൂമിലിരിക്കും. അതിൻ്റെ പിന്നെ വേറൊരു ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കും, അവിടുത്തെ വെയിറ്റിംഗ് റൂമിലിരിക്കും. 3-ാം ദിവസം ഇട്ട ഡ്രസ്സ്, നമ്മൾ സ്ത്രീകൾക്കറിയാം ഒരു ദിവസം ഡ്രസ്സ് മാറിയില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊരു ബോധവതിയല്ല. ഞാൻ വിചാരിച്ചു മാവേലി എക്സ്പ്രസ് വരും, അതിനു മുമ്പിൽ ചാടിയാൽ വേദന അറിയാതെ ഒരു സെക്കൻഡ് കൊണ്ട് തീരും. ഞാനിപ്പോൾ ഒരു പേപ്പറും പേനയും മേടിച്ചു. എൻ്റെ മകന് കത്തെഴുതി, സർക്കാരിന് കത്തെഴുതി, എൻ്റെ സ്ഥാപനം പിടിച്ചു വെച്ചവർക്ക് കത്തെഴുതി. എൻ്റെ മക്കൾക്ക് ഈ ബാധ്യത വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇൻഷുറൻസൊക്കെ ഉണ്ട് കമ്പനിക്ക്. ഞാൻ അങ്ങനെ കത്തെഴുതി. ഞാൻ വൈകുന്നേരം മാവേലി എക്സ്പ്രസ് വരുമ്പം ചാടാൻ കണക്കാക്കി നിൽക്കും. ആലപ്പുഴ റൂട്ടിന് പോകുന്ന ട്രെയിനാണ്. ഞാൻ ഇരുട്ടത്ത് മാറി ഒരു ബെഞ്ചിലിരുന്നു. കണ്ണുനീരോട് കൂടി എൻ്റെ മക്കളെ മനസ്സിൽ വിചാരിക്കുന്ന, എനിക്ക് കരയുന്നില്ല, ശരിക്കും ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നതാണ്. ഇന്നിവിടെ ഞാൻ നിൽക്കാൻ അനുഭവം ഉണ്ടായത് എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു. ഒരു 7:45, 7:30 ആയപ്പോൾ ഒരു ചേച്ചി വന്നു. അന്ന് കൃപാസനം എന്ന് പറയുന്നത് അത്ര പ്രശസ്തിയില്ല. ഈ ഒരു ചേച്ചി വന്നൊരു പത്രവും കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, മോളെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, ഈ പത്രം വായിക്കുന്നത്. ഞാൻ ദേഷ്യപ്പെട്ടു. ഈ പത്രം വായിക്കാനുള്ള മാനസികാവസ്ഥയല്ല എനിക്ക്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. 9 മണി കഴിഞ്ഞു. ട്രെയിൻ വരുന്ന സമയം ഏകദേശം ആയി വരുന്നു. ഞാൻ തയ്യാറെടുക്കുവാണ്. ആദ്യത്തെ അനൗൺസ് കേട്ടു. ഈ ചേച്ചി എൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുവാണ്. ചേച്ചി തൊട്ടപ്പുറത്തെ കസേരയിൽ ഈ പത്രം വെച്ചു. മോളെ, ഞാൻ പോയിട്ട് എനിക്ക് സമാധാനമില്ല. ഈ പത്രം ഞാനിവിടെ വെച്ചിട്ട് പോവുകയാണ്. ഈ പത്രം മോൾക്കൊരു ഉത്തരം തരും. മോൾ കരയുമല്ലേ, മനസ്സുണ്ടെങ്കിൽ ഇതെടുത്ത് വായിക്കൂ. ഞാൻ നോക്കിയില്ല, അവരെ നോക്കിയില്ല. എൻ്റെ ലക്ഷ്യം മുഴുവൻ റെയിൽവേ പാളത്തിലാണ്. വരുമ്പോൾ ചാടണം. ഉന്നം തെറ്റിപ്പോയാൽ പിന്നെ എല്ലാവരും കൂടി എന്നെ തല്ലിക്കൊല്ലും, പൈസ കൊടുക്കാനുള്ളവരൊക്കെ. ഞാനപ്പോൾ എന്ത് ചെയ്തു? ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ ഈ പത്രത്തിലേക്ക് വന്നു. വെറുതെ ഞാൻ ഈ പത്രം കയ്യിലെടുത്തു. ആദ്യം നോക്കുമ്പോൾ സാക്ഷ്യങ്ങൾ, ക്യാൻസർ സുഖപ്പെട്ടു, കടബാധ്യത മാറി, പല കാര്യങ്ങൾ. 1 പേജ് വായിച്ചു, 2 പേജ് വായിച്ചു. ട്രെയിൻ വന്ന് നിന്നു. ചാടാൻ പറ്റിയില്ല. ട്രെയിൻ അവിടെ വന്ന് നിന്നു. ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എൻ്റെ ഉദ്ദേശം ഇവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ പത്രത്തിൻ്റെ ലാസ്റ്റ് പേജ് നോക്കി, ഇതെവിടെയാണ്. അപ്പോൾ കൃപാസനം. അപ്പോൾ ഞാൻ ഒത്തിരി ബൈബിൾ വായിക്കുന്ന, അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒത്തിരി കൃപാസനം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് വന്നു. ഈ കൃപാസനം എന്ന് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് നോക്കുമ്പോൾ കലവൂരൊന്നും എനിക്കറിയില്ല. ആ സമയം ഈ 1000 രൂപ കയ്യിലുള്ളതിൽ നിന്ന് എൻ്റെ ഇളയ കൊച്ചിന് പനി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? KSRTC ബസ്സിന് 100 രൂപ കയ്യിൽ വെച്ചിട്ട് ബാക്കി കൊടുത്തു വിട്ടു. മകന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെ 100 രൂപ എൻ്റെ കയ്യിലുള്ളൂ. 20 രൂപ ഒരു വെള്ളവും ഒരു പഴം പൊരിയും വാങ്ങി ഞാൻ ടിക്കറ്റ് എടുക്കാതെ ഈ ട്രെയിനിൽ കയറി. ഇതെങ്ങോട്ട്? ആലപ്പുഴ വഴിക്ക്. ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ ഫോൺ എടുക്കുന്നില്ല, കാരണം അത്ര രാത്രിയായല്ലോ. ഞാൻ ആലപ്പുഴ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഞാനവിടെ ഇരുന്നു. രാവിലെ ആയപ്പം ഫോൺ എടുക്കുന്നില്ല. 8:30 മണി കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തു. ഞാൻ അവിടെ നിന്ന് അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു, എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു തന്നു. കയ്യിൽ 80 രൂപയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഒരു ബ്രദർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഒരു ചെയർ. അന്നൊരു ചെയറിട്ട് കുറച്ച് ഉടമ്പടി പത്രിക പച്ച വെച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ച് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ബ്രദർ പറഞ്ഞു ഉടമ്പടി എടുക്കണം, ചില്ലറ പൈസകളൊക്കെ വേണം. എൻ്റെ കയ്യിൽ 80 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു അവിടെ ഓഫീസിൽ ചെന്ന് പറയൂ. ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പോൾ അവിടുന്ന് ഒരു ബ്രദർ എഴുന്നേറ്റ് വന്നു, ഇവിടെ ഓഫീസിൽ വന്ന് പറഞ്ഞു ഈ കൊച്ചിന് ഉടമ്പടി എടുക്കണം, പൈസ വാങ്ങണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുത്തു, കൗൺസിലിംഗ് ഉണ്ട്, അവിടെ പോയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ടു. നിയോഗം എഴുതണമെന്ന് പറഞ്ഞു. 6 നിയോഗങ്ങൾ എഴുതാൻ ഞാൻ എന്തെഴുതണം? ചീപ്പ് വേണം, സോപ്പ് വേണം, മാറി കൊടുക്കാൻ ഡ്രസ്സ്, തോർത്ത്. എൻ്റെ ഏറ്റവും വലിയ നിയോഗങ്ങൾ അതാണ്. ഞാൻ ഇത് എഴുതണോ? തല ചായ്ക്കാൻ ഇടം വേണം. എന്ത് നിയോഗം എഴുതണം? ഞാൻ എഴുതിയില്ല. സോപ്പും ചീപ്പും വേണമെന്ന് എഴുതാൻ പറ്റുമോ? ഞാൻ എഴുതാതെ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. സിസ്റ്റർ പറഞ്ഞു, ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ, നിയോഗം എഴുതി വരണമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമത് പോയി നിയോഗം എഴുതുമ്പോൾ ഈ അവസ്ഥയിലും ഉള്ളിലൊരു ചിരി വന്നു. കാരണം അതിന് മുമ്പ് എൻ്റെ മൂത്ത മകൻ ഏവിയേഷൻ പഠിച്ചതാണ് ചെന്നൈയിൽ. അന്ന് എനിക്ക് പഠിപ്പിക്കാൻ വകയുണ്ടായിരുന്നു. അതിലവന് വിദേശത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിനൊരുപാട് കടമ്പകൾ കടക്കണം. അപ്പോൾ അവൻ പറഞ്ഞിരുന്നു, മമ്മി എനിക്ക് ആയുർവേദ നഴ്സിംഗ് പഠിച്ചാൽ ചിലപ്പം പെട്ടെന്ന് പോകാം നമ്മുടെ ഈ അവസ്ഥയിൽ. അപ്പോൾ 2-3 ദിവസം മുമ്പ് എൻ്റെ ഈ മകനെ ഞാൻ ചേർത്തല KVMൻ്റെ അവിടെ ആയുർവേദ നഴ്സിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ചെല്ലുമ്പോഴാണ് വീട്ടിൽ കയറ്റാത്തത്. എൻ്റെ മകൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ മകനെ ദൈവം ഇവിടെ എത്തിച്ചു, എനിക്കൊരു സംരക്ഷണം തരാൻ. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നു നിയോഗം എഴുതുമ്പോൾ എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിദേശത്ത് പോകണമെന്ന്. എനിക്കത് ചിന്തിക്കാൻ അർഹതയില്ലെങ്കിലും എഴുതണമല്ലോ 6 എണ്ണം. ഞാനിത് സാധിക്കുമെന്ന് കരുതിയല്ല ഞാൻ എഴുതിയത്. ആദ്യം എഴുതി എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, കൊണ്ട് ചേർത്തതേ ഉള്ളൂ. ഹോസ്റ്റൽ ഫീസ് 5000 വേണം, ഫീസ് 1,80,000 രൂപ വേണം, അവൻ്റെ മറ്റ് ആവശ്യങ്ങൾ വേണം, ഇളയ കൊച്ചിന് പഠനം വേണം. എൻ്റെ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായതാണ്. ഫാദർ വേറെ വിവാഹം കഴിച്ചു, സ്വത്തൊക്കെ അവർക്ക് കൊടുത്തു. എനിക്ക് സഹോദരി സഹോദരനോ ആരുമില്ല. അപ്പം ഞാൻ വേണം, ഒരു 100 രൂപ വേണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം അതല്ല, എന്നോട് ഈ ദ്രോഹം ചെയ്തവരോടല്ല, ക്ലാസ്സുകൾ കേട്ടപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ക്ഷമിക്കാനൊരു കൃപ എനിക്ക് തരണമേ. എന്നോട് ദ്രോഹം ചെയ്തവരോടും എന്നെ ദ്രോഹിച്ചവരോടും മാപ്പ് ചോദിക്കാൻ ഒരുപോലെ അതെനിക്ക് സാധിക്കണമെന്ന് ആദ്യത്തെ നിയമം എഴുതി. രണ്ടാമത് എൻ്റെ മകന് വിദേശത്ത് പോകണം, അവൻ്റെ ഈ കോഴ്സ് പൂർത്തിയാക്കണം. ഈ 80 രൂപ തുച്ഛമായ പൈസയും വെച്ച് കിടക്കാൻ ഇടമില്ലാത്ത ഞാൻ എന്ത് നിയോഗം എഴുതും? മൂന്നാമത് എഴുതി ഇറക്കി വിട്ട അമ്മായിയമ്മയും ഭർത്താവും 10 ദിവസമെങ്കിലും ക്ഷമിച്ച് അങ്ങോട്ട് ക്ഷമ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് താമസിക്കാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരണം. അടുത്ത നിയോഗം എഴുതി എൻ്റെ മകൻ, ഈ ഇളയ മകൻ സ്കൂളിൽ പോകാൻ മടിയാണ്. എല്ലാ ദിവസവും രാവിലെ പറയും, അവൻ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഫുട്ബോൾ അതൊക്കെ, മമ്മി ഇന്നും കൂടെയേ ഞാൻ പോവുള്ളൂ, നാളെ എന്നോട് പറയരുത്. ഇങ്ങനെ പറയുന്ന ഒരു കൊച്ചിനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മകനെ അമ്മ നടത്തണം. അവനെ മലയാളത്തിന് പോലും ജയിക്കില്ല. SSLCക്ക് എങ്ങനെയെങ്കിലും അവൻ കരകയറണം. ഞാനോ ഇങ്ങനെയായി. അതുങ്ങൾ സ്വന്തം കാലിൽ നിന്നാലേ മുമ്പോട്ട് ജീവിതമുള്ളൂ. അങ്ങനെ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഞാൻ കൊണ്ട് സിസ്റ്ററിൻ്റെ അടുത്തുകൊണ്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. നല്ല പനി തുടങ്ങി, വിറയ്ക്കുന്നുണ്ട്. ഒരു പുതപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഞാൻ ആ സമയത്ത് ഉടമ്പടി പൂർത്തീകരിച്ച് പോകാൻ ഇടമില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെ ഒരു സിമെൻറ്റിൻ്റെ ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ കയറിയിരുന്നു. എന്താ ചെയ്യുക? ഇന്നോ നന്ദി ഉറങ്ങിയേ പറ്റൂ, പനിയുണ്ട്, ഗുളികയില്ല, ഒന്നുമില്ല. മാതാവിനോട് നോക്കി പറഞ്ഞു, എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തു, കേൾക്കാൻ പറ്റാത്ത നിയോഗങ്ങളും എഴുതിയിട്ടുണ്ട്, ഇതൊന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഇന്ന് എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തരണം മാതാവേ എന്നും പറഞ്ഞ് കണ്ണുനീരൊഴുക്കി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് 3 മിനിറ്റ് കഴിഞ്ഞില്ല, ഒരു ചേച്ചി എൻ്റെ നേരെ നടന്നു വന്നു. എന്നോട് ചോദിച്ചു, എല്ലാവരും പോയല്ലോ, എന്താണ് പോകാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതാണ്, എനിക്ക് ഇന്ന് പോകാൻ പറ്റില്ല. ഈ കഥകൾ പറഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല, തൽക്കാലം ഒന്ന് കിടക്കണം, എൻ്റെ കൂടെ പോരെ നീ. ചേച്ചി പറഞ്ഞു. അവരുടെ വീട്ടിൽ പോയി പാരസിറ്റമോൾ തന്നു. ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയില്ല, കുമ്പസാരം നടത്തിയിട്ട് വേണമല്ലോ തുടങ്ങാൻ. ഞാൻ ഇവിടെ വന്നു. പിറ്റേ ദിവസം ഒരു പേപ്പറും പേനയൊക്കെ കൊണ്ടാണ് വന്നത്. ഞാൻ ആദ്യം തൊട്ട് ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി. കാരണം എൻ്റെ ഓർമ്മ വെച്ച കണ്ണു തുറന്ന കാലം മുതൽ ഞാൻ എന്തൊക്കെയാണോ ചെറിയ ഒരു മാങ്ങ കാണാതെ എടുത്ത തെറ്റുകൾ മുതൽ ഞാൻ ഈ പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ കുമ്പസാരത്തിന് 1.5 മണിക്കൂർ സമയം കരഞ്ഞു കുമ്പസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞ്, കുമ്പസാര കൂട്ടിൽ വെച്ച് ഒരു അത്ഭുതം നടക്കും. അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഭാരം ഇറങ്ങിപ്പോയി. അങ്ങനെ ആണ് ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം എനിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ, അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചിന്തിച്ച്, ഇവിടെ കഞ്ഞിയുണ്ട്, ആ സമയത്ത് കഞ്ഞി കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഇവിടുത്തെ കഞ്ഞി കിട്ടും, രക്ഷപ്പെട്ടു.
രാവിലെയും വൈകിട്ടും വേണ്ട, ഇവിടെ വെള്ളമുണ്ട് അവിടെ വെള്ളമുണ്ട്, അതൊക്കെ കുടിച്ച് അന്നത്തെ ദിവസമാകും. വൈകുന്നേരം ആകുമ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കും. ഡ്രസ്സില്ല. ഈ 80 രൂപയും തീരാൻ പോവാണ്. 20 രൂപ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ചില ആൾക്കാരോടൊക്കെ കൈ നീട്ടി വാങ്ങും. എനിക്കൊരു 20 രൂപ തരുമോ, ആഹാരം കഴിക്കാനല്ല വണ്ടിക്ക് പോകാനാണ്. ഒരാഴ്ച 50 രൂപ കളക്ട് ചെയ്യും. അവിടെ പോയിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. രാവിലെ ഇവിടെ വരും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ആ സമയമില്ല. മൈൻഡിൽ പ്രാർത്ഥനയില്ല. എനിക്ക് തലചായ്ക്കാൻ ഇടം വേണം. ഞാൻ ഇവിടെ വന്നിരിക്കും, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കും, ഇവിടെ ഓരോരുത്തരെ സാക്ഷ്യങ്ങൾ കേൾക്കും. വൈകുന്നേരം അവിടെ പോയിരിക്കും. ഒരാഴ്ചക്കാലം ഇങ്ങനെ കടന്നുപോയി. ഒരു ഫോൺ വരുവാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ. എൻ്റെ മകൻ എന്നെ വിളിച്ചു, മമ്മി സത്യം പറയണം, മമ്മി എവിടെയാണ്? ഞാൻ പറഞ്ഞു, മോനെ നീ ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കണ്ട, കാരണം നിൻ്റെ ജീവിതം കൂടി ഇല്ലാതാകും. നിനക്ക് ഫീസ് കൊടുക്കാനുള്ള വക ഞാൻ പ്രാർത്ഥിച്ച് നേടിക്കോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മകൻ ബോയ്സ് ഹോസ്റ്റലിലാണ്. അതിൻ്റെ ഒരു ഓണർ ഒരു സരിത ഈ മകൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എന്നോടൊരു കാരണവും ചോദിച്ചില്ല. എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരാഴ്ച നിൽക്കണം, അത് ബോയ്സ് ഹോസ്റ്റലല്ലേ, അതിനെന്താണ്, നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ലേ, ഞങ്ങളാരെയും അങ്ങനെ നിർത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഞാൻ അവിടുന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നു. എന്നോടൊന്നും ചോദിക്കുന്നില്ല. 2 ദിവസം നിന്നു, 3 ദിവസം നിന്നു. കാര്യങ്ങളെല്ലാം അവിടുത്തെ ഞാനും കൂടി നോക്കി നടത്താൻ തുടങ്ങി. ഇവരിപ്പോൾ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നങ്ങൾ. വളരെ ചുരുങ്ങിയ പകുതി ആ സമയം ഇവിടെ ആ ഒരു കിടപ്പാടം കിട്ടുന്നതിന് മുമ്പ് ചാനലുകളിൽ എൻ്റെ ഫോട്ടോ സഹിതം വന്നുകൊണ്ടിരിക്കുവാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കാരണം ഇത്രയും ബാധ്യത വെച്ച് പോയല്ലോ. എന്നെ വിളിക്കും, ഞാൻ ഫോൺ എടുക്കും. എവിടെയാണ്? ഞാൻ കൃപാസനത്തിലാണ്. എന്നാൽ നിന്നെ ഇപ്പോൾ അവിടുന്ന് പൊക്കും. പക്ഷെ ആരും വന്നിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കൃപാസനത്തിലാന്ന്, വരുവാണെങ്കിൽ വരട്ടെ എന്ന് ഇല്ലെങ്കിൽ പിള്ളേർക്ക് പ്രശ്നമാവുമല്ലോ. ഞാൻ കൃപാസനത്തിലാണ്. അമ്മ എന്നെ കൈവെള്ളയിൽ ഒരാൾ പോലും എന്നെ വന്ന് എന്നോടൊരു അപമര്യാദയായിട്ട് പെരുമാറാത്ത രീതിയിൽ ചാനലിലും വാർത്ത വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു, വാട്സപ്പ് വഴി വന്നിട്ട് എന്നെ ഒരു രീതിയിൽ പോലും ഒരു ഉറുമ്പ് കടിക്കാതെ എന്നെ സംരക്ഷിച്ചു. അങ്ങനെ എനിക്ക് ഈ അഭയം കിട്ടി. ഞാൻ അവിടെ ചെന്നു. ഞാൻ സൈക്കോളജി കൗൺസിലറാണ്. ഇവള് ഈ സരിതയോട് പറഞ്ഞ ഓരോ കാര്യം. അപ്പോൾ സരിതയുടെ വീട്ടുകാർ കംപ്ലീറ്റ് എതിർക്കാൻ തുടങ്ങി. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കയറ്റി കിടത്താൻ പാടില്ല, ഹസ്ബൻഡ് അടക്കം. എന്താണ് സംഭവം എന്നറിയില്ലല്ലോ, നാളെ ഒരു ആപത്തുണ്ടാക്കി വെച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സരിതയെ കൊണ്ട് മാതാവ് പറയിച്ചു, എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ഞാൻ അവിടെ നിന്നു. 3 വർഷക്കാലം ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചു. ഞാൻ അഭയം കിട്ടിയ സമയം എനിക്ക് ദുബായിൽ നിന്നൊരു കോള് വന്നു. കോള് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പൈസയുള്ള സമയത്തൊരു കൊച്ചിനെ ഗൾഫിൽ പോകാൻ ഞാൻ സഹായിച്ചിരുന്നു. ഞാൻ പിന്നീട് ആ പൈസ തിരിച്ചു വാങ്ങിയിട്ടില്ല. ഈ കൊച്ചാണ് എന്നെ വിളിക്കുന്നത്, ചേച്ചി. ഞാൻ ചേച്ചിയെ സ്വപ്നം കണ്ടു, ചേച്ചി എവിടെയാണ്? ഞാൻ കരഞ്ഞു പോയി, പൊട്ടിക്കരഞ്ഞു, എൻ്റെ അവസ്ഥ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ 10,000 രൂപ വെച്ച് ഈ മാസം മുതൽ ഞാൻ ചേച്ചിക്ക് തരാം. അപ്പോൾ എൻ്റെ സങ്കടം, സരിത അഭയം തന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് താമസിക്കാൻ ഇടം തരുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു. എൻ്റെ മകനും കൂടി എനിക്ക് സൗജന്യം ചോദിക്കാൻ പറ്റുമോ? അവൻ്റെ ഹോസ്റ്റൽ ഫീസ് ഞാൻ കൊടുത്തേ മതിയാവും. അതിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നിയോഗങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കൊച്ചു പറഞ്ഞു 10,000 രൂപ. അപ്പോൾ 5,000 രൂപ മതിയല്ലോ ഹോസ്റ്റൽ ഫീസ്. 5,000 രൂപ മറ്റുള്ള ചിലവുകൾക്ക് ഉള്ള കാര്യത്തിനായി. അങ്ങനെ ഈ 5,000 രൂപ കൃത്യമായിട്ട് വരാൻ തുടങ്ങി. സരിത വഴി എനിക്ക് ചെറിയ ചെറിയ കൗൺസിലിങ്ങുകളൊക്കെ കിട്ടി. ചിലർ പൈസ തരില്ല, ചിലർ തരും. ഇഷ്ടമുള്ളത് തരും. 100 രൂപയാണെങ്കിലും ഞാൻ മേടിക്കും, ഗതിയില്ലെന്ന് കണ്ടാൽ വാങ്ങില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങുവാണ്. ആ സമയത്താണ് മകൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ ഫീസ് അടയ്ക്കണം. 80,000 രൂപ ഫീസ് അടയ്ക്കണം. എന്ത് ചെയ്യും? അഭയം തന്നവരോട് പൈസ ചോദിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ എൻ്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. ഇവിടെ വന്ന് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ നീയാണ് എൻ്റെ അമ്മ, എനിക്ക് അമ്മയില്ല, സഹോദരങ്ങളില്ല. അമ്മയും എൻ്റെ അപ്പച്ചനും ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എവിടെ വരണം? ഞാൻ നേരെ വണ്ടി കയറി സരിതയോട് പറഞ്ഞു, സരിത ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ നീ കൃപാസനത്തിൽ പോയിട്ട് എന്താടി കാര്യം എന്ന് എന്നോട് ചോദിച്ചു.
ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായി. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഓടി അവിടേക്ക് പോയി. എന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അറിയാവുന്ന ഒരു വൈദികൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. എവിടെയാണ് ലിസി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലാണ് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു. എന്താണ് കാര്യം? എൻ്റെ മകന് ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ല. എത്ര രൂപയാണ് വേണ്ടത് ഫീസ്? ഞാൻ പറഞ്ഞു ഇപ്പോൾ അടയ്ക്കേണ്ടത് 80,000 ഇപ്പോൾ അടയ്ക്കേണ്ടതല്ല ചോദിച്ചത്, മുഴുവൻ ഫീസ് എത്രയാണ്? ഞാൻ പറഞ്ഞു 1,60,000 രൂപ. അക്കൗണ്ട് നമ്പർ തരൂ, ഞാൻ ഒരാളെ കൊണ്ട് പൈസ ഇടിയിപ്പിക്കാം. ഒരു സഹോദരനുണ്ട് ഇങ്ങനെ പഠിക്കുന്ന സഹായിക്കുന്ന കുട്ടികളെ. 1,60,000 രൂപ ഒരു മണിക്കൂറിനകം ഈ കൃപാസനത്തിലിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നു. അതുമായിട്ട് ഞാൻ സരിതയോട് ചെന്ന് പറഞ്ഞു, നീ ചോദിച്ചില്ലേ കൃപാസനത്തിൽ പോയാൽ പൈസ കിട്ടുമെന്ന്? പൈസയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ. അങ്ങനെ മകൻ്റെ ഫീസ് അടച്ചു. അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിദേശത്ത് പോകണം, ഏവിയേഷൻ്റെ ജോലി നേടണം, ആയുർവേദ നഴ്സിങ്ങിൻ്റെ. ഇവൻ പലതരത്തിലും അന്വേഷിച്ചു. വിസ അവൻ തന്നെ തരപ്പെടുത്തി. പക്ഷേ എന്നോട് പറയുന്നില്ല. എങ്ങനെ പറയും? മമ്മി ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എനിക്ക് വിദേശത്ത് പോകണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, മമ്മി ആൽബിന് വിദേശത്ത് പോകാൻ ഒരു വിസ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ അമ്മയെ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ അമ്മയല്ലേ, ഞാൻ സ്വീകരിച്ചു. എന്നെ ഉയർത്തുമെന്ന് വിശ്വസിച്ചു. ഈ സരിതയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ആ ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. എന്താണ് ലിസി പ്രശ്നം, മിണ്ടുന്നില്ലല്ലോ. അപ്പം അതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് ക്ലീനിങ് പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോ ഡിഷ് വാഷ്, കംഫർട്ട്, അതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി വീടുകളിലൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ കൂടി ചെറിയ രീതിയിൽ ഏണിംഗ് ഉണ്ട്. ഇങ്ങനെ മകൻ്റെ കാര്യം പറഞ്ഞു. എത്ര രൂപയാണ് മകന് വിദേശത്ത് പോകാൻ വേണ്ടത്? അവർക്ക് സ്വന്തമായി തുണിക്കടയുണ്ട്. അപ്പോൾ ഈ ചേച്ചി ആദ്യം ചെയ്തത്, ചേച്ചി പുറത്തേക്ക് വണ്ടി എടുത്തു പോയി. തിരിച്ച് വന്നപ്പോൾ 2 പെട്ടിയായിട്ടാണ് വരുന്നത്. ഒന്നൊരു ഹാൻഡ് ലഗേജ് വെക്കാനും ഒന്ന് ഇവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഞാൻ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടമ്പടിക്ക് ഇത്രമാത്രം ശക്തിയുണ്ടോ? അന്ന് ഞാൻ സ്വർഗസ്ഥനായ പിതാവെ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. വേറൊന്നുമല്ല, അന്നന്ന് വേണ്ടുന്ന ആഹാരം, അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി. പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ചേച്ചി പറഞ്ഞു, ഒന്നും അറിയണ്ട, ഇവൻ പോയി രക്ഷപ്പെട്ടാൽ പൈസയല്ലേ ലിസി, വിഷമിക്കണ്ട. 2 ലക്ഷം രൂപ വരെ ചിലവായി. അവൻ്റെ ഡ്രസ്സ് ചേച്ചി മകനെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ കടയിൽ നിന്നും 7 ജോഡി വീതം വേണ്ട എല്ലാ ഡ്രസ്സുകളും അവന് വാങ്ങിക്കൊടുത്തു. അപ്പം ഞാൻ സങ്കടമാണ്. എൻ്റെ കൂടെ എൻ്റെ മകനൊരു വിദേശത്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ലല്ലോ. ഞാനിങ്ങനെ വെറുതെ എൻ്റെ മാനുഷികമാണല്ലോ, ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സങ്കടം വരുന്നു. ഞാനത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുണ്ടല്ലോ വീട്ടുകാർ, എല്ലാവരും കൂടെ വന്നു. മാന്യമായും നല്ല സന്തോഷത്തോടു കൂടിയും എൻ്റെ മകനെ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് യാത്രയാക്കി. എൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി. അതിനുശേഷം എൻ്റെ ഇളയ മകൻ 10ാം ക്ലാസ്സിൽ ടീച്ചർ വിളിച്ചു പറഞ്ഞു, ഇവനെ SSLC പരീക്ഷ എഴുതിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവിടെ 100% വിജയമാണ്, മലയാളത്തിന് പോലും ജയിക്കാത്ത ഈ കൊച്ചു സ്കൂളിൻ്റെ മാനം പോകും, അവ സ്കൂളിലും വരില്ലല്ലോ, അറ്റൻഡൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, കൊച്ചു പഠിക്കണ്ടേ എന്ന് ചോദിച്ചു. ടീച്ചർ എന്ത് വന്നാലും അടുത്ത വർഷം എഴുതാം, ഇല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് എഴുതി. ഞാൻ അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മകൻ ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയിരിക്കണം. റിസൾട്ട് വന്നപ്പോൾ 75% മാർക്കിൽ എൻ്റെ മകൻ SSLC പാസ്സായി. അങ്ങനെ അടുത്ത നിയോഗവും എനിക്ക് പൂർത്തിയായി. അങ്ങനെ വർഷം 2 കഴിഞ്ഞു. 3ാം വർഷത്തിലേക്ക് കടക്കുമ്പം അമ്മ സുഖമില്ലാതെ വന്നു. എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. സംഭവിച്ചു പോയതിന് ക്ഷമ ചോദിച്ചു. എൻ്റെ നിയോഗമാണ്. ഞാൻ പോയി മാന്യമായ രീതിയിൽ കൊണ്ടുവന്നു. 10 ദിവസം എൻ്റെ സംരക്ഷണയിൽ ഇവിടെ താമസിച്ചു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, മരുന്ന് കൊടുത്തു, സ്നേഹത്തോടെ നിന്നു. ഭർത്താവ് വന്നു, കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കൊറോണ സമയമായി. സരിതയ്ക്ക് ഹോസ്റ്റൽ വിൽക്കണം. ഞാനുണ്ട്, കാരണം എത്രയും പെട്ടെന്ന് വിറ്റേ മതിയാകൂ. വിറ്റില്ലെങ്കിൽ അവൾ വളരെ വലിയ കടബാധ്യതയിലേക്ക് പോകും. പിള്ളേരില്ല. ഞാൻ ഈ സരിതയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോര് കൃപാസനത്തിൽ, നീ ഹിന്ദുവാണെങ്കിൽ അതൊന്നും നോക്കണം, നീ എൻ്റെ കൂടെ വാ. ഞാൻ എന്തിനാണ്, നീ വാ, ഞാൻ പറഞ്ഞു തരാം എന്താന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി ഞാൻ നീ ഉടമ്പടി എടുക്കുക, എന്താണെന്നൊന്നും അവനെ അറിയത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നീ ആദ്യം ഹോസ്റ്റലിൽ വിൽക്കാൻ എഴുത്.
അവളെ ഹോസ്റ്റലിൽ വിൽക്കാൻ എഴുതി. ഒരു മാസത്തിനകം അത് മതിപ്പ് വില 55 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപയ്ക്ക് ആ ഹോസ്റ്റലിൽ വിറ്റു. അവൾക്കും വിശ്വാസമായി. അങ്ങനെ ഞാനിങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇവർ ഹോസ്റ്റലിൽ വിറ്റ് എനിക്കൊരു വീട് വേണമല്ലോ, വാടകയ്ക്കൊരു വീടെടുക്കണം, കാരണം ഇത് വിൽക്കുവാണ്. വാടകയ്ക്ക് വീടെടുക്കാൻ നോക്കിയപ്പം വീട്ടിലൊരു സ്റ്റൂൾ പോലും ഇടാനില്ല. റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന ഇടയ്ക്ക് എനിക്കെന്തിനാണ് ഫർണിച്ചർ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ചിന്തിക്കുന്നില്ല. അമ്മ മാതാവിനോട് പറഞ്ഞ അഹങ്കാരമാണ്, എനിക്ക് ഫർണിച്ചർ വേണമെന്ന് ആഗ്രഹിച്ചാൽ അഹങ്കാരമാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഷാൾ വിരിച്ച് കിടന്നാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, 2ാം ഘട്ടം. ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്ത് വന്നാലും വീടിന് ഡെപ്പോസിറ്റ് കൊടുക്കാൻ പൈസ എല്ലാവരും തന്നു. 15 രൂപ ഡെപ്പോസിറ്റ്, 5000 രൂപ മാസ വാടക. അപ്പോൾ ഇവൻ്റെ പഠനം പൂർത്തിയായി വിദേശത്ത് പോയി. ആ കൊച്ചെനിക്ക് വീണ്. ഞാൻ പറഞ്ഞു, മകന് ജോലി കിട്ടി, ഇനി ഈ പൈസ വേണ്ട, ചേച്ചിക്കിത് അവകാശപ്പെട്ടതാണ്, ചേച്ചിക്കൊരു വരുമാനമാണ്, ഇത്രയും ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ വാടക കൊടുക്കാൻ പൈസയായി. ഞാൻ അങ്ങനെ ഇവർ വീടെടുത്ത് തന്നു. താമസിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി 11:30 ആയപ്പം സരിതയുടെ ഒരു കൂട്ടുകാരി എറണാകുളത്തുണ്ട്, ലക്ഷറി ഫ്ലാറ്റിൽ ജീവിക്കുന്നതാണ്. കൊച്ചിൻ്റെ പേര് ഹർഷ എന്നാണ്. ആ കൊച്ച് സരിതയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ നമ്പർ കളക്ട് ചെയ്ത് എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചു, ചേച്ചി എന്തു പറയുന്നു വിശേഷമൊക്കെ. സരിത വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. എനിക്കൊരു കാര്യമുണ്ടായിരുന്നു, ചേച്ചി അർജൻറ്റായിട്ടൊന്ന് പറയാമോ എന്ന്. സരിത ഇവിടെ ഇല്ല, അവളൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ആ വർത്തമാനം കുറച്ച് സമയത്തേക്ക് നീണ്ടു. എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹോസ്റ്റലിൽ വിൽക്കുവാണല്ലോ ചേച്ചി, ഇനി എവിടെ പോകും? ഒരു വീടെടുത്തിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും 1-2 സ്റ്റൂളോ വല്ലതുമൊക്കെ മേടിക്കണം. ഈ കൊച്ച് അതൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, ചേച്ചി ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള ഫർണിച്ചർ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് പുതുക്കണമെന്ന്. ലക്ഷറി ഫർണിച്ചറുകളാണ്, 2 ലക്ഷം രൂപ വില വരുന്ന ഫർണിച്ചറാണ്. ചേച്ചി ഒരു കാര്യം ചെയ്, അതിനൊരു 70,000 രൂപ, ചേച്ചിക്ക് 100 രൂപയാണോ തരാൻ പറ്റുമോ? 100 രൂപ എനിക്ക് തന്നാൽ മതി, ഒരു ദിവസം, ഇല്ലെങ്കിൽ ഒരാഴ്ച. ചേച്ചി ഇത് കൊണ്ടുപോയിക്കോ. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എൻ്റെ ആവശ്യം അറിഞ്ഞ് എനിക്ക് മുമ്പേ എൻ്റെ ഫർണിച്ചർ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു തകരാറുകളുമെല്ലാം വാങ്ങിയിട്ട് 2 വർഷമായ റോയൽ ഫർണിച്ചറുകളെല്ലാം, സോഫ, ദിവാൻ കോട്ട്, കട്ടിലുകൾ 2 എല്ലാം ബോക്സ് കട്ടിൽ, പിന്നെ അങ്ങേയറ്റം അക്വേറിയം, ഒരു ആക്റ്റീവ വണ്ടിയടക്കം എടുത്തു വെച്ചിരിക്കുകയാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. 1000 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു എന്നോട്, ഒരു കൈനീട്ടം. ഞാൻ 1000 രൂപ കൊണ്ടുപോയി പറഞ്ഞു. അവർ ഹിന്ദുക്കളാണ്, ഏതോ ദിശയിലേക്ക് ചേച്ചിയിൽ നിന്ന് ഞാനത് കൊടുത്തു. സാധനങ്ങൾ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിറങ്ങി. വീട് നിറയെ ഫർണിച്ചറുകളായി. ദൈവമേ, ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഇടയ്ക്കമ്മ വരും, നാത്തൂൻ വരാൻ തുടങ്ങി, ഭർത്താവ് വരാൻ തുടങ്ങി. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ചീത്ത വിളികൾ നടക്കുന്നുണ്ട്. പൈസ കൊടുക്കാനുള്ളവർ രാവിലെ വിളി തുടങ്ങും, 4:30 വിളി തുടങ്ങും. ഫോൺ എടുത്തില്ലെങ്കിൽ 100 മിസ്ഡ് കോള്, 50 മിസ്ഡ് കോൾ. ഈ ലെവലിൽ ഫോൺ എടുത്താൽ അപ്പന് വിളിക്കും, അമ്മയ്ക്ക് വിളിക്കും, മക്കളെ കൊല്ലുമെന്ന് പറയും, എന്നെ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. ഭീഷണികളുടെ ഘോഷയാത്രയാണ് അത്. ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഞാൻ കാല് പിടിക്കും, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇവർ ചീത്തയും തെറിയും വിളിക്കുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇത് കേൾക്കും, ഞാൻ പറയും എനിക്കൊരു വരുമാനമുണ്ടാകുന്ന എൻ്റെ മകനൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കുറച്ചാണെങ്കിലും തരും. ഇങ്ങനെ ഈ വർഷക്കാലം അത്രയും എല്ലാ ദിവസവും ചീത്ത കേൾക്കും. ഞാൻ മടുത്തു, വീണ്ടും ഞാൻ മടുത്തു. അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാക്ഷ്യമൊക്കെ കുറേ എഴുതി, സാമ്പത്തിക കാര്യം ചോദ്യചിഹ്നമായിട്ട് നിൽക്കുവാണ്. ഉടമ്പടി എടുത്ത സാക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ എല്ലാ നിയോഗങ്ങളും നടക്കണം. അതിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല, ഒക്കെ തീരുമാനമാക്കിയിട്ട് വാ സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു പോയി. ഈ കഴിഞ്ഞ ആഴ്ച വരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്ത വിളികൾ കേട്ട് എൻ്റെ ഓരോ ദിവസവും കടന്നു പോവുകയാണ്. 4 പേരുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ വയ്യ. ഇരിക്കുമ്പോൾ ഈ ഫോൺ വരും, മറുപടി പറഞ്ഞാലും പറഞ്ഞ് ഒരു അരമണിക്കൂർ കേട്ടാലും വീണ്ടും ഇവർ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. 1-2 പേരല്ല വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച ഞാനൊരു തീരുമാനമെടുത്തു.
ഞാനൊരു രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയില്ല, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ദുഃഖം. 2 പേരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും, വിഷം മേടിച്ച് വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വരും. ആ ഒരു ലെവലിലൊക്കെയുള്ള സംസാരങ്ങൾ. വീണ്ടും ഞങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിലിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. ഈ ഫോട്ടോ വെച്ചാണ് രണ്ടാമത് ഞങ്ങൾ പണി തുടങ്ങും. അങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? പ്രത്യക്ഷീകരണ പ്രാർത്ഥന 11 മണിയായിട്ടും ചൊല്ലിയില്ല. 11 മണിയായപ്പോൾ ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണം ചൊല്ലി. അതിനിടയ്ക്ക് എനിക്ക് കണ്ണിനൊരസുഖം വന്നു. കണ്ണ് പുറത്തേക്ക് ഉന്തി വീർത്തിരിക്കുകയാണ്. ആമവാദത്തിൻ്റെ അസുഖം അധികരിച്ച് അതൊരു 3rd സ്റ്റേജ് ആകുമ്പോൾ കണ്ണിന് എഫക്റ്റ് ചെയ്യും. അപ്പം അത് കണ്ണ് ദ്രവിച്ച് പോകാനുള്ളൊരു ഘട്ടം ആരംഭമാണ്. സ്ക്ലീറൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് മെഡിസിൻ കഴിക്കുമ്പോൾ ബൈസിലോൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. അത് കഴിക്കുമ്പോൾ ഡയബറ്റിക് വരും. 3 നേരവും ഇൻസുലിൻ എടുക്കണം. ഞാൻ ആ ടാബ്ലറ്റ് കഴിക്കൽ നിർത്തി. അങ്ങനെ കണ്ണിനൊരസുഖം. എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആൾക്കാർക്ക് ഭയമാണ്. കാരണം കണ്ണ് ഫോട്ടോയുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ ആ കണ്ണിങ്ങനെയാണ് ഇരുന്നത്. കരിനീല കളറിൽ ഒരാൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പേടിയാണ് ഈ കണ്ണ്. ഞാൻ അങ്ങനെ വേദനയുണ്ട്. എനിക്ക് ലൈറ്റ് ഇടത്തില്ല, വെയിലടിക്കത്തില്ല, സൂര്യപ്രകാശത്തെ നോക്കത്തില്ല. ആൾക്കാർക്ക് പേടി, ഇത് പകരുന്ന രോഗമാണോ, കണ്ണി സുഖമാണോ. പോട്ടെ, ഞാൻ എന്ത് വന്നാലും ഈ പറഞ്ഞു നിർത്തിയിരുന്നു തുടങ്ങുവാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരികെത്തിച്ചു. അത് ചൊല്ലി അതിനുശേഷം വൈകുന്നേരം ഒന്നും ആകാൻ കാത്തില്ല. അപ്പം തന്നെ ഞാൻ സായാഹ്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാനിപ്പോൾ പോയി കിടക്കാൻ പോവുകയാണ്. ഇനി ഞാൻ മാതാവെ, എനിക്ക് തെറി കേൾക്കാൻ വയ്യ, എൻ്റെ ഈശോപ്പച്ച തെറി കേൾക്കാൻ വയ്യ. ഇനിയൊരു ജലപാനം ഞാൻ കഴിക്കണമെങ്കിൽ എനിക്ക് ഈ കടബാധ്യതയിലൊരു സമാധാനമുണ്ടാകും. എനിക്ക് പണം വേണ്ട, എന്നോട് ക്ഷമിച്ചെനിക്ക് സാവകാശം തരണം. എനിക്കൊരു ഭവനം വേണ്ട, അത് എന്ന് ഈശോയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം മതി. ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഭക്ഷണം ഉപേക്ഷിച്ചു. ഒന്നുകിൽ എൻ്റെ ജീവൻ എടുക്കണം, നിത്യതയിലേക്ക് പോകാൻ അർഹതയുണ്ടെങ്കിൽ പോകണം, ഇല്ലെങ്കിൽ എനിക്ക് മറുപടി തരണം. ഞാൻ കട്ടിലേ പോയി കിടന്നു. ആദ്യത്തെ ദിവസം കിടന്നു, വലിയ ക്ഷീണമൊന്നുമില്ല. അവിടെ തന്നെ കിടന്നു, തിരിയുന്നു മറിയുന്നു ഒന്നുമില്ല. മുകളിലേക്ക് നോക്കി കിടക്കുവാണ്. കണ്ണുനീരൊഴുകുന്നു, കോളുകൾ വരുന്നു, ഞാൻ എടുക്കുന്നില്ല. 2ാമത്തെ ദിവസവും ഇങ്ങനെ തന്നെ കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ എൻ്റെ നാവൊക്കെ അല്പം കുഴയാൻ തുടങ്ങി. തീരുമാനമാകട്ടെ, പതുക്കെ ഇറങ്ങിപ്പോയി പുറത്തെ ഗേറ്റ് പൂട്ടി. ആരും കയറി വരണ്ട, എനിക്കിനി തെറി കേൾക്കാൻ വയ്യ. മക്കളെ കൊല്ലും, ഇളയ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവന് നൊന്താലേ നീ വരുവുള്ളൂ എന്ന് പറയുന്നു. വേണ്ട, ഞാൻ ഉള്ളത് കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യില്ല. ഞാൻ ഭക്ഷണം കഴിക്കാതെ എൻ്റെ ജീവൻ ഇങ്ങനെ പോകാനാണ്. ഈശോയ്ക്ക് ഇഷ്ടമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കിടന്നു. 3-ാം ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ നാവ് ചലിക്കുന്നില്ലെങ്കിലും ഒരു നീലത്തിരി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പതിയെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. ഞാനൊരു ഉടമ്പടി ധ്യാനം കേട്ടിരുന്നു. ജോസഫ് അച്ഛൻ പറയുവാണ്, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളിലെ ദൈവം ഇടപെടുകയുള്ളൂ. മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളും കൊണ്ട് ഉടമ്പടി എടുക്കാൻ വന്നാൽ അതിന് കാലതാമസം നേരിടും. ദൈവത്തിന് ജോലി വേണ്ടേ? ദൈവത്തിന് ജോലി വേണമെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടെ ദൈവം പെട്ടെന്ന് ഇടപെടും. ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഞാൻ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. വളരെ തളർന്ന അവശതയായി ഞാൻ വലിഞ്ഞെഴുന്നേറ്റ് ഒരു പേനയും പേപ്പറും എടുത്തു. ലൂക്ക 18:27 എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പോലും മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ജോസഫ് അച്ഛൻ പറഞ്ഞല്ലോ, മനുഷ്യന് സാധിക്കാത്ത കാര്യമാണെങ്കിൽ മാത്രം ദൈവം അവിടുന്ന് പെട്ടെന്ന് ഉടമ്പടിക്ക് മറുപടി കിട്ടും. ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കുറേ എന്തൊക്കെയോ എഴുതി വെച്ചു. ഞാൻ വീണ്ടും കിടന്നു. എൻ്റെ ഫോണിൽ കോള് വരാൻ തുടങ്ങി. ഞാൻ എടുക്കുന്നില്ല, കാരണം ചീത്ത കേൾക്കും. കൊച്ചു വോയിസ് അയച്ചൊരു പെങ്കൊച്ചാണ്, അവൾക്ക് കുറച്ച് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. ചേച്ചി ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചേച്ചി എവിടെയാണെങ്കിലും വരും. പേടിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു. ചേച്ചി പൈസ ചോദിക്കുക, തലേ ദിവസം വിഷം മേടിച്ചു വെച്ച പൈസ തരാനാണ് ചേച്ചി വിളിക്കുന്നത്. ഞാൻ ചോദിച്ചേ, പൈസ തരാനോ? എനിക്ക് തെറ്റിപ്പോയതാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഭക്ഷണമില്ല, വെള്ളമിറങ്ങുന്നില്ല, അബ്നോർമലായ ഒരവസ്ഥയിൽ ഞാൻ ചോദിച്ചു, പൈസ തരാനോ? എന്താണ്? അതേ ചേച്ചി, എനിക്ക് എന്താണെന്നറിയില്ല ചേച്ചി, ഇത്രയും ദിവസം ചേച്ചിയെ തെറി വിളിച്ചതാണ് ഞാൻ. പക്ഷേ ഇന്നലെ മുതൽ ആരോ എൻ്റെ മനസ്സിൽ വന്ന് പറയുന്നു, കുറച്ച് പൈസ കിട്ടിയാൽ ഈ ചേച്ചി രക്ഷപ്പെടും. കൊടുക്കാനുള്ളവർക്കൊക്കെ 1000 രൂപ വെച്ചാണെങ്കിലും കൊടുത്താൽ ചേച്ചി തിരിച്ചു തരുമെന്നൊരു ബോധ്യം വരും. അതുകൊണ്ട് ചേച്ചി, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഈ പൈസ ഞാൻ
തരണ്ട എന്ന് മനസ്സ് പറയുമ്പോഴും എനിക്ക് പൈസ ചേച്ചിക്ക് കൊടുക്കാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, നാളെ ചേച്ചി വയലാറിന് വാ, ഞാനൊരു ഹെൽമെറ്റ് കൊണ്ടുവരാം, നമുക്കൊരു സ്ഥലം വരെ പോകാം, ചേച്ചി നാളെ വാ. 11 മണിയാകുമ്പം ചാടി എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. നൊയമ്പൊക്കെ തുറക്കുന്നത് പോലെ ഞാൻ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് യുദ്ധം അവസാനിപ്പിച്ചു. ഈശോയും ഞാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു. ഇത് വിശ്വസിക്കാൻ വയ്യ, ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ. ദൈവമേ, ഇതെന്തൊരത്ഭുതം! ആത്മഹത്യ ഭീഷണി മുഴക്കിയ കൊച്ച് പൈസ തരാമെന്ന് പറയുന്നു. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത കോള് വന്നു. എന്തായാലും ഞാൻ ചാടിയെടുത്തു. ഫോൺ വെക്കല്ലേ. എന്നെ എല്ലാ ദിവസവും അപ്പനും അമ്മയ്ക്കും വിളിക്കും. ലിസിയോട് ക്ഷമിക്കാൻ എൻ്റെ മക്കൾ പറഞ്ഞു. ഇനി പൈസ ചോദിച്ച ആ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുത്, സാധിക്കുമ്പോൾ താ. ദൈവമേ, എനിക്കെന്ത് വേണം? ആ സമയമാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും നിയോഗങ്ങൾ സാധിച്ചു തന്നല്ലോ, അഭിഷേകത്തിലിരിക്കുവാണ് ഞാൻ. കാരണം സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഓരോരുത്തരും വിളിക്കുന്നു, പൈസ കൊടുക്കാനുള്ളവർ വിളിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു, പുറത്തിറങ്ങണം, പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടണം, ബാധ്യത തീർക്കാൻ പറ്റും. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, ഇളയ മകൻ്റെ, അത് പിന്നെ പറയാം. ബാധ്യത തീർക്കണം, ഉപദേശങ്ങളുടെ പെരുമഴ. പൈസ കൊടുക്കാൻ ഇത്രയും ദിവസം ചീത്ത വിളിച്ചവർ ഉപദേശത്തിൻ്റെ പെരുമഴയാണ്. ഞാനിപ്പോൾ പതുക്കെ എഴുന്നേറ്റു, മാതാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, തിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഉടമ്പടി തൈലം ഞാൻ എന്നും എടുത്ത് തേക്കുമായിരുന്നു. അപ്പോൾ ആഴത്തിൽ അങ്ങനെ മനസ്സർപ്പിച്ചൊരു പ്രാർത്ഥന, രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇത്രയുമൊക്കെ തന്ന മാതാവിനെ എന്തുകൊണ്ട് എൻ്റെ കണ്ണ് സുഖപ്പെടുത്തിക്കൂടാ? ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ പ്രഖ്യാപിച്ചു ചൊല്ലി. ഈശോയുടെ കുരിശുമരണവും ഉയർപ്പുമെല്ലാം മനസ്സിലേറ്റു പറഞ്ഞ് പ്രഖ്യാപിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഇവിടെ എൻ്റെ ഫോണിൽ ഫോട്ടോയുണ്ട്. ഈ 5 ദിവസം മുമ്പ് എൻ്റെ കണ്ണ് ഏത് രൂപത്തിലായിരുന്നു എന്നും ഇപ്പോൾ ഏത് രൂപത്തിലായിരുന്നു എന്നും ഒരാൾ പോലും എൻ്റെ മുഖത്ത് നോക്കില്ലായിരുന്നു. ഈ ഉടമ്പടി തൈലം എടുത്തു തേച്ചു, പ്രാർത്ഥിച്ചു, എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ കുളിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ചെറിയ രീതിയിലൊരു കാപ്പി ഇട്ടു, കുടിച്ചു. രാവിലെ പോകണം. അപ്പോൾ കൊച്ചിൻ്റെ പേര് സോഫി എന്നാണ്. ഒന്നുകൂടി സോഫിയെ വിളിച്ചു ആരോഗ്യം വന്നപ്പോൾ. കളിയാക്കാൻ പറഞ്ഞതാണോ? അല്ല ചേച്ചി, ചേച്ചിക്ക് പൈസ തരാം, ചേച്ചി വാ നാളെ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ ഉടമ്പടി തൈലമൊക്കെ തേച്ചു, രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഞാൻ മറന്നുപോയി കണ്ണിൻ്റെ കാര്യം. തൈലം തേച്ചതൊക്കെ മറന്നു, കാരണം സോഫിയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. സമയം നോക്കിയിട്ട് സമയം പോകുന്നില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി കണ്ണിന് വേദന ഉണ്ടായിരുന്നല്ലോ, വെളിച്ചത്തെനിക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ഓടിപ്പോയി കണ്ണാടി എടുത്ത് നോക്കി, എൻ്റെ കണ്ണ് സൗഖ്യപ്പെട്ടിരിക്കുന്നു. കണ്ണിന് ഒരു നേരിയ ചുമപ്പ് മാത്രമേ ഈ സൈഡിലുള്ളൂ, നീര് മാറി, വേദനയില്ല. ഏത് കണ്ണിന് ഇവിടെയൊക്കെ ഞാൻ തൊട്ട് നോക്കി, പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ സോഫിയെ പോയി കണ്ടു. 60,000 രൂപ അന്ന് എനിക്ക് തന്നു. ബാക്കി പൈസ 40,000 രൂപ ഇന്ന് തന്നു. 1,00,000 രൂപ തികച്ച് ഇത്രയും ദിവസം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചെനിക്ക് തന്നു. ചില്ലറ പൈസകളൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇനി ഞങ്ങൾ പൈസ ചോദിക്കില്ല, സാധിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് താ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്കൊന്നുമില്ല, എനിക്കെൻ്റെ ഇല്ലായ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. എനിക്കെന്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്കെന്തുണ്ട് എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനുശേഷം ഈ ഇളയ മകൻ, അവന് ഞാൻ ഇവിടെയാണല്ലോ, ഇളയ മകൻ SLC ഒക്കെ പാസ്സായി, +2 പോകുന്നു. ഞാൻ വിചാരിച്ചു അമ്മ പ്രായമായി, അമ്മയ്ക്ക് ആഹാരം വെച്ച് കൊടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഏറെക്കുറെ വയ്യ. അപ്പോൾ കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. പൈസയുടെ ബാധ്യതകൾ അവിടെയുള്ളത് കൊണ്ട് കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അവരവിടെ ഉള്ളത് കൊണ്ടാണ് പല രീതിയിലും ചെറിയ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നു. എൻ്റെ മകന് എന്തെങ്കിലും ഒരു നല്ല വഴിയിലേക്ക് എൻ്റെ മകനെ വിടണം. ഈ മോൻ എന്നോട് പറഞ്ഞു, മെൽബിൻ എന്നാണ് പേര്, മമ്മി എനിക്ക് സ്കൂബ ഡൈവിങ് പഠിക്കാനാണ് ഇഷ്ടം. സ്കൂബ ഡൈവിങ് കോഴ്സിനെ കുറിച്ച് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. ആഴക്കടലിൽ ഓക്സിജനൊക്കെ വെച്ച് പോയി മുങ്ങൽ വിദഗ്ധനെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു കോഴ്സ് എൻ്റെ മകൻ തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ നോ പറഞ്ഞില്ല.
എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. കടലിനടിയിലേക്ക് നേരിട്ട് മുങ്ങുന്ന വിദേശികൾ മാത്രം പഠിക്കുന്ന ഒരു കോഴ്സാണ്. കേരളക്കാർ വളരെ കുറവാണ്. ഇത് മാത്രമേ ഉള്ളൂ മോനെ കറിയാം, എനിക്കത് മതി മമ്മി. അവൻ നീന്താൻ ഭയങ്കര മിടുക്കനാണ്. അങ്ങനെ അവൻ ആ കോഴ്സിന് പോയി. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഇന്ത്യ ഗവർണറുടെ കയ്യിൽ നിന്ന് അവൻ ഡയറക്റ്റ് 40 മീറ്റർ അച്ചീവിന് ഒരു അവാർഡ് വാങ്ങി. ആ മകൻ 40,000 രൂപ സാലറിയിൽ ഡൈവ് മാസ്റ്ററായിട്ട് കർണാടകയിൽ 18 വയസ്സിൽ ഉദ്യോഗസ്ഥനായി. ഈ വിഷുവിൻ്റെ അന്ന് എൻ്റെ മകൻ ജോലിക്ക് കയറി. എൻ്റെ 2 മക്കളും ജോലി കിട്ടി. ഒരുപാട് ശമ്പളം, ഒരുപാട് കാര്യങ്ങളല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ ഒരു തോതിലൊരു 5 വർഷം ജോലി ചെയ്താൽ മാത്രമേ ബാധ്യത തീർക്കാൻ പറ്റുള്ളൂ. ഒരു ഭവനമൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ മാതാവ് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഞാൻ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാന, എനിക്കിപ്പോൾ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞു പോയ വർഷങ്ങളെ ഓർത്താണ് എനിക്ക് സങ്കടം. ദൈവത്തെ അറിയാതെ ജീവിച്ച വർഷങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. കാരണം ഈ നഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്, ദൈവത്തെ അറിയാൻ പറ്റിയത്. ഞാൻ ഇന്ന് ചിന്തിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ചെറിയ കാലഘട്ടമാണ്. ഇവിടെ എന്തുണ്ടായാലും നമുക്ക് കാര്യമില്ല. എല്ലാവരും ഉണ്ണുന്നു, ഉറങ്ങുന്നു, മരുന്ന് വാങ്ങുന്നു, ആഡംബരം, അവസാന വിശ്രമം അവിടെയാണ്. എൻ്റെ സമ്പാദ്യം എനിക്ക് അവിടെയാണ് വേണ്ടത്, ഭൂമിയിൽ എനിക്ക് സമ്പാദ്യം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ മക്കളോട് 1 മണിക്കൂർ ഞാൻ വചനം പറയും. എന്തെങ്കിലും പറയാൻ വരുമ്പോൾ മമ്മി വയ്ക്കുമെന്ന് പറയുന്ന കുട്ടികൾ കണ്ണ് സൗഖ്യപ്പെട്ടതോടുകൂടി എൻ്റെ ഇളയ മകൻ ഇന്നലെ 1.5 മണിക്കൂർ സമയം ഞാൻ വചനം പറയുന്നത് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു, മകൻ എൻ്റെ കൂടെ വരുമ്പോൾ കൃപാസനത്തിൽ വരണം, അമ്മയുടെ അടുത്ത് വരണം, നന്ദി പറയണം, ഒരു നേരമെങ്കിലും ഇല്ലാത്തവർക്ക് 10 രൂപ അറിഞ്ഞു കൊടുക്കണം. എൻ്റെ മക്കൾ എനിക്കൊരു കൃപ കിട്ടി. 500 രൂപയുടെ ആവശ്യമാണെങ്കിൽ ഒരു 100 രൂപയിൽ ഒതുക്കാമോ എന്ന് നോക്കും. എൻ്റെ മകന് ജോലിക്ക് കയറി, ചെരുപ്പ് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ചെരുപ്പില്ല, മമ്മി എനിക്കൊരു 500 രൂപ ഇട്ട് തരാം മകനെ എന്ന് പറഞ്ഞ് ഇന്നലെ അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, മമ്മി 300 മതി. ഞാനൊരു 250 രൂപയുടെ ചെരുപ്പേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു വലിയ കൃപ എനിക്ക് തന്നു. നമ്മൾ പറയും മക്കളാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുമെങ്കിലും നമ്മളത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സമ്പാദ്യങ്ങൾക്ക് പുറകെ പോകും. എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും എനിക്ക് സമ്പാദ്യം എൻ്റെ മക്കളും ഈശോ തന്ന കുറേ കൃപകളും. അതിന് ഞാൻ സമ്പന്നയാണെന്ന്, ഞാൻ കോടീശ്വരിയാണ്. എൻ്റെ കടങ്ങളെ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കാനുള്ള എല്ലാവർക്കും 1 രൂപയില്ലാതെ ഞാൻ തിരിച്ച് കൊടുത്തിരിക്കും. പഴയതുപോലെ പ്രതാപത്തിലോ അങ്ങനെ ഒന്നും എനിക്ക് വരണ്ട. അന്നന്നത്തെ ആഹാരം എൻ്റെ ഈശോ എനിക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനമാണ്. ലിസി എന്ന ഈ മകൾ, ലിസി ബെന്നി, ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുന്നത് ശ്വാസമടക്കി നാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ ബിസിനസ് സംരംഭം, 4000 രൂപയിൽ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭം, അത് ഏറ്റവും നല്ല രീതിയിൽ 25-26 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് വരുന്ന രീതിയിൽ ആക്കിയ മകള് പിന്നീട് ഒരു ഡ്രസ്സ് മാറിയിടുവാനില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ആ മകൾ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് മാവേലി എക്സ്പ്രസ് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ അമ്മ അവിടെ ചെല്ലുകയാണ്, കൃപാസന മാതാവ് അവിടെ ചെല്ലുകയാണ്. കൃപാസന പത്രം അത് വ്യക്തികളിലൂടെയാണ് നമുക്ക് കിട്ടുക, പക്ഷേ അമ്മ പറഞ്ഞു വിട്ടിട്ടാണ്. ഈ മകൾ ഇങ്ങനെയൊക്കെ പോകുന്നതും ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചതുമൊക്കെ മറ്റാരേക്കാളും കൂടുതൽ കാനായിലെ കല്യാണ വിരുന്ന് മേൽത്തരം വീഞ്ഞുകൊണ്ട് സമൃദ്ധമാക്കിയ അമ്മ അറിയുന്നുണ്ട്. ആ അമ്മ അവിടെ വ്യക്തികളെ അയക്കുന്നു, കൃപാസന പത്രം അവിടെ ഒരു ഉപാധിയാകുന്നു. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നാം കേട്ട് കഴിഞ്ഞതാണ്. എങ്ങനെ ഇന്ന് ഈ മകളുടെ കടബാധ്യതകൾ, അതായത് 4 ദിവസം മുൻപ് വരെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരുന്നവർ ഇന്ന് ഈ മകളോട്
തിരിച്ച് അവരിങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അങ്ങനെ ഈ മകൾ ഇന്ന് കടക്കെണികളിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിത്തീരുന്നു. ഇവിടെ ആ മകൾ വന്നു ചേർന്നതും പിന്നീട് ജീവിതത്തിലുണ്ടായ ഓരോ അവസ്ഥകളും അതിന് സിസ്റ്റർ വിവരിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെയാണ് തിരുവചനം പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. ഒരിക്കലും ഈ മകള് ഈശോയെ തള്ളി പറഞ്ഞില്ല. തനിക്ക് വേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല ഈശോ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ക്ഷമിക്കുന്ന ഒരു മകള് തന്നെ 12 മണി രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തന്നെ ഇറക്കി വിടുമ്പോൾ അവിടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന മകള്, ആ അമ്മയെയും ഭർത്താവിനെയും വീണ്ടും പരിചരിക്കുന്ന മകള്, ഈ മകള് ഒരു നല്ല കുമ്പസാരം നടത്തുന്നു. തനിക്ക് ഒന്നുമില്ലാതെ ഇവിടെ വരുന്നു. 1.5 മണിക്കൂർ നേരത്തെ കുമ്പസാരം, തന്നെ വിശുദ്ധീകരിച്ച് ഉടമ്പടി പിന്നീട് ഈ മകൾ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ ഈ മകളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കൃപകൾ വർഷിക്കപ്പെട്ടത് നാം കേട്ട് കഴിഞ്ഞതാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ നീണ്ട ഒരു സാക്ഷ്യ വിവരണമാണ്. എന്നാൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ മകൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അത് നാം കേട്ട് കഴിഞ്ഞതാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.